ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വെള്ളരിക്ക കൊണ്ട് ഒരു ഒഴിച്ചുകറി അല്ലെങ്കിൽ ഒരു പുളിങ്കറി ഉണ്ടാക്കാൻ പോവുകയാണേ. ഈ ഒരു ചെറിയ വെള്ളരിക്കയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് 1/2 കിലോയിൽ കുറവാണ്, 1/4 കിലോയിൽ കൂടുതലുണ്ട്. ഒരു 350-400 ഗ്രാമൊക്കെയുള്ള ഒരു വെള്ളരിക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വെള്ളരിക്ക നമ്മൾ തോലിയൊക്കെ കളഞ്ഞ് അത് മുറിച്ച് കഴുകിയെടുത്തു. ആ കഷ്ണങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു തക്കാളിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളക് 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമ്മളിത് വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് വയ്ക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നമ്മൾ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളമാണ് ആവശ്യം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തു. ആ വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 3/4 ഭാഗം വേവാകുമ്പോഴാണ് നമ്മൾ ഈ പുളി ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം അത് നന്നായിട്ട് നമ്മൾ ഇളക്കി ഒന്നുകൂടി ഇത് വേവാനായി വയ്ക്കും. ഇപ്പോൾ ആ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ആ വെള്ളരിക്ക വെന്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം വല്ലാതെ തിളച്ച് മറിയാതെ ഇതുപോലെ ഇളക്കി കൊടുത്ത് പതുക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാം. ആദ്യം എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് ഒരു നുള്ള് ഉലുവ കൂടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ. പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടു, പിന്നെ ഉണക്കമുളകും കൂടെ ചേർത്തു. ആ താളിപ്പ് നമ്മൾ കറിയിലേക്ക് ചേർക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം നമ്മളിങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഇളക്കിയെടുത്ത് നമുക്കിത് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറി, വെള്ളരിക്ക പുളിങ്കറി അല്ലെങ്കിൽ നീട്ടി പുളിങ്കറി എന്നൊക്കെ പറയുന്ന ആ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.